ഉണ്ടായിരിക്കും. ഞാൻ ഇപ്പോൾ ന്യൂസിൽ ഇവരുടെ ഈ ദീപക് എന്ന് പറഞ്ഞ ആൾ നിങ്ങൾ തൂങ്ങി മരിച്ച് കണ്ടിട്ടുണ്ടായിരിക്കും. ഒരു ഫേക്ക് ന്യൂസ്, അതായത് ബസ്സിൽ വെച്ചിട്ട് അടുത്ത് നിന്നിട്ട് എന്താ പറയുക പീഡിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ഫേക്ക് ന്യൂസ്. ഇപ്പോൾ ഈ പെണ്ണുങ്ങളുടെ സ്ഥിരം കുറെ ഉഡായ്പ, എല്ലാ പെണ്ണുങ്ങളും ഞാൻ പറയില്ല, കുറെ ഉഡായ്പ കൂത്തറ സാധനങ്ങളുണ്ടല്ലോ. ഈ എന്താ പറയുക സൈഡിൽ കൂടെ ഫേമസ് ആവാൻ നോക്കുന്ന കുറെ എണ്ണം. ഈ ഇൻസ്റ്റാഗ്രാമാണ് ഇതിൻ്റെയൊക്കെ മെയിൻ എന്താ പറയുക സാധനം. ഇതിൽ കൂടെയാണ് എല്ലാം ഇതുപോലെ. ഞാൻ ആദ്യം വിചാരിച്ചപ്പോൾ നിങ്ങൾ കുറേ ഇൻസ്റ്റാഗ്രാമിൽ തന്നെ കണ്ടിട്ടുണ്ടായിരിക്കും കുറേ പേര് ഓരോ തരത്തിൽ ഫേമസ് ആവുന്നുണ്ടല്ലോ. ഞാൻ വിചാരിച്ച അവരായിരിക്കും ഏറ്റവും കുതിരകളെന്ന്. പക്ഷേ ഇപ്പം ഇതാണ് പുതിയ ട്രെൻഡ്. ഇപ്പോൾ ഇത് പറ്റങ്ങളത് പിന്നെ എന്താ പറയണമെന്ന് എനിക്ക് വലിയ പിടിയില്ല. വേറെ വല്ലതൊക്കെ പറഞ്ഞു പോകും എന്ന് വെച്ചാൽ അത് ആണുങ്ങളെ എന്ത് വേണമെങ്കിൽ ചെയ്യാന്ന് വെച്ചാൽ ആണുങ്ങൾക്ക് എന്തോ എന്താ പറയുക ഷെയിമും സംഭവമൊന്നും ഇല്ലാത്ത പോലെയാണ് പോലത്തെ ഓരോ സാധനങ്ങളുടെ പെരുമാറ്റം. ഇപ്പോൾ റീസെൻ്റ്ലി ആ വീഡിയോ ഡിലീറ്റ് ചെയ്തിട്ട് വന്നു. പിന്നെ ഒരു എന്താ പറയുക ഒരു പോസ്റ്റ് ചെയ്യുന്നു. അതിൽ തന്നെ ആളിൻ്റെ ഉടായ്പ കുടുങ്ങിയിട്ടുണ്ട്. റീച്ചിന് വേണ്ടിയിട്ട് എടുക്കണ പണിയാണ് ഇതൊക്കെ ഉടായ്പ സാധനങ്ങൾ. അപ്പോൾ ഇവറ്റങ്ങളൊക്കെ ശരിക്കും കേസ് കൊടുത്ത് ജയിലിൽ അടക്കണം. മറ്റേ ഇപ്പോൾ ഇത് റീസെൻ്റ്ലി വേറെ ഒരെണ്ണം വന്നിട്ടുണ്ടായിരുന്നല്ലോ. ഇത് ആണുങ്ങളിപ്പോൾ ഇതിൻ്റെ പിന്നിലെ പോകുമെന്നറിയില്ല. ഇപ്പോൾ ഇവരുടെ ഫാമിലി ഫുൾ കേസ് കൊടുക്കുന്നതാണ് പറഞ്ഞേക്കുന്നത്. കേസ് കൊടുത്തതിനൊക്കെ അകത്താക്കണം, എന്നാലേ പഠിക്കുള്ളൂ. അപ്പോൾ ഇത് ഇങ്ങനത്തെ കൊറോണ കിട്ടും. നിങ്ങളിപ്പോൾ ഇത് ഒന്നും ചെയ്യാണ്ട് വിട്ടുണ്ടല്ലോ സാധാരണക്കാർക്ക്, അല്ലെങ്കിൽ ആണുങ്ങൾക്ക് ഇനി ബസ്സിൽ പോലും കയറാൻ പറ്റാത്ത സ്ഥിതിയായിരിക്കും. അത് മാത്രമല്ല, ഇത് ആക്ച്വലി എന്താ പറയുക പെണ്ണുങ്ങൾക്കും പ്രശ്നമാണെന്ന് വെച്ചാൽ എന്തെങ്കിലും റിയൽ സംഭവം ഉണ്ടാകുമ്പോൾ ആരും സപ്പോർട്ട് ചെയ്യില്ല. നിങ്ങൾ പണ്ടൊരു എന്താ പറയുക പഴഞ്ചൊലി കേട്ടിട്ടുണ്ടായിരിക്കും, പുലി വരുന്ന സംഭവത്തിന്റെ റിയൽ പുലി വരുമ്പോൾ ആരും ഒന്നിനും വരില്ല. അതേപോലത്തെ അവസ്ഥയായിരിക്കും ഇങ്ങനത്തെ കുറെ ഉടായിപ്പിട്ട് ഇങ്ങനത്തെ ഞാൻ പറയുന്നില്ല ഒന്നും.